ആദ്യത്തെ ടാറ്റ സിയറ കാർ കിട്ടിയത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറിനാണ്. തീമഞ്ഞ കളറിലുള്ള സീറ കാറിൽ ഇരുന്നും കിടന്നും തലകുത്തി മറിഞ്ഞുമൊക്കെ ഗണേഷ് കുമാർ ചില്ലറയൊന്നുമല്ല ആഘോഷിച്ചത്. ടാറ്റ കമ്പനിയെ കുറിച്ചും സീറ കാറിനെ കുറിച്ചും വാതോരാതെ സംസാരിച്ച് സകല ചാനലുകൾക്ക് അഭിമുഖവും കൊടുത്തു. എന്തായിരുന്നു അതിന്റെ ഗുട്ടൻസ് എന്ന് അന്ന് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല. ഇപ്പോഴല്ലേ സംഗതി ക്ലിയർ ആകുന്നത്. ആ സീറ കാറ് ഗണേശൻ മന്ത്രിക്ക് കിട്ടുന്നതിന് മുന്നേ ടാറ്റ കമ്പനിക്ക് ഗണേശൻ മന്ത്രി വഴി കുറേ ഓർഡറുകൾ കിട്ടിയിരുന്നു. ഒന്നും രണ്ടുമൊന്നുമല്ല, 181 KSRTC ബസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തുകൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വമ്പൻ പർച്ചേസ് തട്ടിപ്പാണ് KSRTCയിൽ നടന്നതെന്നാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ വ്യക്തമാക്കുന്നത്. അറിഞ്ഞിടത്തോളം കോടികളുടെ പകൽക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഒരേ ദിവസം ടാറ്റ കമ്പനിയുടെ ഒരേ മോഡൽ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങി ഖജനാവ് വെട്ടിപ്പൊളിച്ച വമ്പൻ അഴിമതിയുടെ ഫയലുകൾ ഓരോന്നായി പുറത്തെത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഒരു കടയിൽ പോയി 10 20 സാധനം ഒരുമിച്ച് വാങ്ങുമ്പോൾ കടക്കാരൻ നമുക്ക് വലിയ ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ വില കുറച്ചു തരും. എന്നാൽ പിണറായി വിജയൻ ഭരണത്തിലിരുന്നപ്പോൾ കേരളത്തിലും ഗണേഷ് കുമാറിന്റെ വകുപ്പിലും കഥ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ കൂടുതൽ വാങ്ങുന്തോറും വില കൂടുന്ന അത്ഭുത പ്രതിഭാസമായിരുന്നു നടന്നത്. കൂടുതൽ വണ്ടി വാങ്ങുമ്പോൾ ഖജനാവിലെ കോടികൾ ചോർന്നു നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീഴുന്ന മാന്ത്രിക വിദ്യയായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത് എന്ന് വേണം കരുതാൻ. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് നാടുനീളെ പ്രസംഗിച്ച് നടന്നിരുന്ന മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയും ഇപ്പോൾ എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞു. നോക്കണേ ഇവരുടെ ഒരു അഴിമതിരഹിത ഭരണം. സാധാരണക്കാരൻ 1 രൂപയുടെ നികുതി അടച്ചില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്ന നിയമവ്യവസ്ഥയായിരുന്നു മുൻ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മന്ത്രിമാരും ഭരണകർത്താക്കളും ചേർന്ന് കോടികൾ വിഴുങ്ങുമ്പോൾ അവർക്ക് ചുറ്റും രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ വലിയൊരു കാവൽ വലയമാണ് അന്ന് ഒരുക്കിയത്. ഇതാണോ സാർ നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ വികസന മാതൃക എന്ന് പറയുന്നത്? ഒരു വശത്ത് വികസന നായകനെന്ന് സ്വയം പുകഴ്ത്തുകയും മറുവശത്ത് ഖജനാവ് വെട്ടിപ്പൊളിക്കുകയും ചെയ്യുന്ന ഈ കപട രാഷ്ട്രീയ നാടകത്തിന്റെ പൂർണ്ണമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വണ്ടി കച്ചവടത്തിന്റെ മറവിൽ നടന്ന ആ കോടികളുടെ കൊള്ളയുടെ കൃത്യമായ കണക്കുകൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. KSRTCയിലേക്ക് ടാറ്റ കമ്പനിയുടെ 181 ബസ്സുകൾ വാങ്ങിയതിലെ കണക്കുകളിലാണ് വൻ പൊരുത്തക്കേടുകളും തട്ടിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 നവംബർ 21 തീയതി KSRTC ഒരൊറ്റ ദിവസം കൊണ്ട് 2 വ്യത്യസ്ത വിലയ്ക്കാണ് ഒരേ മോഡൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടിയത്. ഒരു വശത്ത് ഒരു ബസ്സിന് 29 ലക്ഷത്തി ചില്ലറ എന്ന നിരക്കിൽ 8 ബസ്സുകൾ വാങ്ങിയപ്പോൾ അതേ ദിവസം തന്നെ ഇതേ മോഡലിലുള്ള 5 ബസ്സുകൾ വാങ്ങിയത് 27 ലക്ഷം രൂപ ചില്ലറയ്ക്കാണ്. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ വണ്ടിക്ക് മാത്രം അധികമായി നൽകിയത് 2 ലക്ഷം രൂപയാണ്. ഈ ഒരൊറ്റ ദിവസത്തെ പർച്ചേസിലൂടെ മാത്രം 16 ലക്ഷത്തിലധികം രൂപയാണ് അധിക വിലയായി നൽകി തട്ടിയെടുത്തിരിക്കുന്നത്. പാർട്ടി അടിമകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ തെരുവിൽ വെയിൽ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതും കല്ലേറ് കൊള്ളുന്നതും അണികളാകാൻ വേണ്ടിയല്ല. ഇതുപോലെ നേതാക്കൾക്ക് AC കാറിൽ ഇരിക്കാനും വണ്ടിക്കച്ചവടത്തിൽ കോടികൾ കമ്മീഷൻ അടിച്ച് തലമുറകൾക്ക് സമ്പാദിക്കാനും വേണ്ടിയായിരുന്നു. നേതാക്കൾ തടിച്ചു കൊഴുക്കുമ്പോൾ അടിമകൾ ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. ഈ കൊല്ലം നവംബറിലും ഡിസംബറിലും 2026 ഫെബ്രുവരി വരെ നടത്തിയ എല്ലാ പർച്ചേസുകളിലും ഇവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഡിസംബർ 13-നും ഇതേ രീതിയിൽ ഒരേ മോഡൽ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 181 ബസ്സുകൾ പല വിലയ്ക്ക് മാറി മാറി വാങ്ങിയതിലൂടെ ആകെ മൊത്തം 4 കോടിയിലധികം രൂപയുടെ വമ്പൻ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്രയൊക്കെ വലിയ ക്രമക്കേട് നടന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ ഓഡിറ്റോ നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. മുൻപും ഇത്തരം വലിയ തട്ടിപ്പുകൾ നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. എങ്കിലും യാതൊരുവിധ അന്വേഷണവും ഇല്ലാതെ രാഷ്ട്രീയ സംരക്ഷണത്തോടെ കേസുകൾ ഒതുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പുറത്തു വന്ന 4 കോടിയുടെ അഴിമതിയെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിലവിലെ ഗതാഗത മന്ത്രി CP ജോൺ നൽകിയ മറുപടിയാണ് ഇതിലും വലിയ തമാശ. സംഭവം തന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. കോടികളുടെ ഫയലുകൾ മുകളിലൂടെ പറക്കുമ്പോൾ മന്ത്രിമാർ ഉറക്കത്തിലായിരിക്കും എന്നതിന് ഇതിലും വലിയ തെളിവ് വേണം. പ്രതിസന്ധിയിലൂടെ KSRTC കടന്നു പോകുമ്പോഴും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും കിട്ടാതെ കഷ്ടപ്പെടുമ്പോഴുമാണ് ഇത്തരം വമ്പൻ പർച്ചേസ് ക്രമക്കേടുകൾ അന്നത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മൂക്കിന് താഴെ അരങ്ങേറിയത്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങി ഖജനാവിൽ വൻ നഷ്ടം വരുത്തിവെച്ച ഈ ഇടപാടിൽ അന്ന് കൃത്യമായ ഓഡിറ്റോ
നിഷ്പക്ഷമായ അന്വേഷണമോ നടന്നിരുന്നില്ല എന്നതും ഗൗരവമായ വസ്തുതയല്ലേ? മുൻപും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ അന്നത്തെ ഭരണകൂടം കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണത്തോടെ കേസുകൾ ഒതുക്കി തീർത്തു എന്ന ആക്ഷേപവും ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഭരണത്തിൽ ഇരുന്നപ്പോൾ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരുവിധ സുതാര്യതയും കാണിക്കാതെ കോടികളുടെ അഴിമതിക്ക് കാവൽ നിന്നവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് വിപ്ലവം പ്രസംഗിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. അന്ന് കോടികൾ കൊള്ളയടിക്കാൻ ഒത്താശ ചെയ്തവർക്ക് എത്ര കാലം രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കാൻ കഴിയും? വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുന്ന കാലം എന്തായാലും ദൂരെയല്ല. വൻ ക്രമക്കേട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും സംഭവം ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് നിലവിലെ ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചതും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കാലത്ത് നടന്ന ഈ വലിയ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ തയ്യാറാകുമോ? അതോ പഴയ പോലെ രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്ക് വഴിവിട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ അനുവദിക്കുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. അഴിമതിക്കെതിരെ മുൻപ് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി മുൻ മന്ത്രിയും ഇടതുപക്ഷ നേതാക്കളും സ്വന്തം കാലത്തെ ഖജനാവ് വെട്ടിപ്പൊളിക്കാൻ പുറത്തു വരുമ്പോൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. കസേരയും അധികാരവും കൈവിട്ടുപോയെങ്കിലും ചെയ്തു കൂട്ടിയ ഈ ഒരു അഴിമതിയും അഴിമതികളുടെ മുഖംമൂടികളും ഓരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. പൊതുമുതൽ വിറ്റ് കാശാക്കി ഈ കള്ളക്കളിക്ക് മുന്നിൽ ഇനി ഈ നാട് നിശബ്ദരായിരിക്കില്ല എന്നത് തീർച്ചയാണ്. പുറത്ത് നന്മമരം ചമഞ്ഞ് ലക്ഷങ്ങൾ ഒഴുക്കി പ്രൊമോഷൻ നടത്തി യൂട്യൂബർമാരെയും നാലാംകിട ഓൺലൈൻ മഞ്ഞകളെയും പ്രസാദിപ്പിച്ച് തട്ടിക്കൂട്ടിയ ഇമേജ് ഒക്കെ വ്യാജമായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഗണേഷ് കുമാർ സാറേ, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ആ തീമഞ്ഞ കളറുള്ള സീറ കാർ എങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി നിങ്ങൾക്ക് തന്നെ കിട്ടിയെന്ന് വ്യക്തമാക്കണം. എങ്ങനെ അതേ സമയത്ത് തന്നെ ടാറ്റ കമ്പനിയുമായി നടത്തിയ ഈ പർച്ചേസുകളിൽ അട്ടിമറി നടന്നുവെന്നും വ്യക്തമാക്കണം. അല്ലാത്ത പക്ഷം കമ്മീഷൻ വാങ്ങി ഖജനാവ് മുടിപ്പിച്ച കാട്ടുകളൻ എന്ന ലേബലായിരിക്കും നിങ്ങൾക്ക് പൊതുജനം ചാർത്തി തരിക.